നിങ്ങളെത്ര ദൂരം അകന്നു പോയാലും ദൈവം നിങ്ങളെ മടക്കി വരുത്തും. ദൈവം നിങ്ങളെ ദേശത്തിൻ്റെ നടുവിൽ വേരൂന്നുമാറാക്കും. നിങ്ങൾ വേര് പിടിക്കില്ല, നിങ്ങൾ വളരില്ല, തളിർക്കില്ല എന്ന് വാദിക്കുന്ന ശക്തികളുടെ നടുവിൽ തന്നെ ദൈവം നിങ്ങളെ മടക്കി വരുത്തുകയും നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായകർത്താവും ആക്കിയത് ആര് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്നെ പ്രഭുവായി വാഴിക്കും. ദൈവത്തിൻ്റെ ദാസനായ മോശെ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോവുകയാണ്. തൻ്റെ 40-ാമത്തെ വയസ്സിൽ ദൈവകരങ്ങളിൽ താൻ ഉപയോഗിക്കപ്പെടാൻ പോകുന്നു എന്ന നല്ല നിശ്ചയമുള്ള മോശെ, ദർശനമുള്ള മോശെ, സഹോദരന്മാരെക്കുറിച്ച് വലിയ ആത്മഭാരമുള്ള മോശെ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കുവാൻ എളിയവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന മോശെ ഇപ്പോൾ ഇതാ ഓടിപ്പോവുകയാണ്. മോശയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അല്ല, മോശയെ നിർത്തുന്നില്ല. മോശ ഇവിടെ വളരണ്ട, മോശ ഇവിടെ വേണ്ട എന്നുള്ള വാദം ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, മോശയുടെ കുടുംബം വിശ്വാസത്തിന് വേണ്ടി എടുത്തു വെച്ച സ്റ്റെപ്പുകൾ എത്ര വലുതാണെന്നറിയാമോ? മിസ്രൈമിലെ അടിമത്വത്തിൽ എബ്രായ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നെടുക്കണമെന്നുള്ള രാജകൽപ്പന ഭയപ്പെടാതെ ധീരതയോടെ വിശ്വാസത്തിന് വേണ്ടി നിന്ന കുടുംബമാണ് മോശയുടെ കുടുംബം. മരണ നിഴലിൻ്റെ താഴ്വരയിൽ നിന്നും ദൈവം അവനെ വലിച്ചെടുത്തതാണ്. കൊട്ടാരത്തിൽ ദൈവം മോശയെ വളർത്തി. രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിൻ്റെ നിന്ന തിരഞ്ഞെടുത്ത മോശെ ഇപ്പോൾ മിസ്രൈമിൽ നിന്ന് ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് നിങ്ങൾക്ക് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, മാനിക്കപ്പെടും, ഉപയോഗിക്കപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ച ഇടത്ത് നിങ്ങളുടെ കാലടി വയ്ക്കുവാൻ പോലും കഴിയാതെ, ഒന്ന് വേരൂന്നാൻ കഴിയാതെ നിങ്ങളെ ശത്രു ഓടിച്ചു വിട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എത്ര ദൂരം അകന്നു പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. ദൈവമാണ് നിനക്ക് ദർശനം തന്നതെങ്കിൽ, ദൈവമാണ് നിന്നോട് ആലോചന പറഞ്ഞതെങ്കിൽ നീ ഒരിക്കലും വേര് പിടിക്കില്ലെന്ന പിശാചു വാദിക്കുന്നിടത്ത്, അത് മരുഭൂമിയാണെങ്കിൽ അവിടെ തന്നെ ഒരിക്കലും വേര് പിടിക്കാൻ സാധ്യതയില്ലാത്ത ഫലഭൂയിഷ്ഠമായ അത്തിവൃക്ഷത്തെ ദൈവം വെച്ചുപിടിപ്പിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. എവിടെയാണോ നിങ്ങൾ തള്ളപ്പെട്ടത്, എവിടെ നിന്നാണോ നിങ്ങൾ പുറത്താക്കപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിങ്ങളെ മടക്കി വരുത്തും. ദൈവം നിങ്ങളെ മടക്കി വരുത്തുമ്പോൾ അവൻ നിങ്ങളെ പ്രഭുവായി മടക്കി വരുത്തും. അഭിഷേകത്തോടെ മടക്കി വരുത്തും, അധികാരത്തോടെ മടക്കി വരുത്തും, മാന്യതയോടെ മടക്കി വരുത്തും. വിശ്വസിക്ക്, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും കുറയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.